നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും നല്ല സ്റ്റോക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് കല്യാൺ ജുവലേഴ്സ്. അപ്പോൾ കല്യാൺ ജുവലേഴ്സ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഒപ്പം ഒരു ബീറിഷ് മൂഡിലായിരുന്നു സ്റ്റോക്ക് നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കഴിഞ്ഞ വീക്കിൽ ക്ലിയർ ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നല്ലൊരു വോളിയം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലിയിൽ അത് ക്ലോസിങ് തന്നിരിക്കുന്നത് 131 എന്ന പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസിങ് തന്നിരിക്കുന്നത്, 131. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഇത് താഴോട്ട് വന്ന് ഈ ഒരു റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏകദേശം ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു, ഒരു 125 റീജിയൻ. അപ്പം 125 റീജിയനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു 2 വീക്കിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, ഏകദേശം 108 റീജിയനിൽ. ഏകദേശം ഒരു 17 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ടാർഗറ്റ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 17 രൂപ വെച്ച് മുമ്പോട്ട് പോകാം. അതിനുശേഷം നമുക്കൊന്നെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ആയിട്ട് ബാക്കി ക്വാണ്ടിറ്റി നെക്സ്റ്റ് ടാർഗറ്റിലും എക്സിറ്റ് ആകാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് പോയി നോക്കാം. രണ്ടാമത്തെ സ്റ്റോക്കാണ് റെയിൻ ഇൻഡസ്ട്രീസ്. റെയിൻ ഇൻഡസ്ട്രീസ് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനെ മൾട്ടിപ്പിൾ ടൈം ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ ക്ലിയർ ആയിട്ട് ഒരു വീക്കിലി ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്, മോശമില്ലാത്ത ഒരു വോളിയത്തോടു കൂടി. അപ്പം ഈ ഒരു വലിയൊരു ബീറിഷ് ട്രെൻഡിന് ഒരുപക്ഷെ ഒരു അവസാനമായിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു ടാർഗറ്റ്, വലിയൊരു ടാർഗറ്റ് ഇതിൻ്റെ അകത്ത് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എൻട്രി ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് നമുക്ക് 1:1 അല്ല, നമുക്ക് വേണമെങ്കിൽ 1:3, 1:4 ഒക്കെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഈ ഒരു ബോട്ടത്തിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു W പാറ്റേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം W പാറ്റേണിൻ്റെ ആ ഒരു നെക്ക് ക്ലിയർ ആയിട്ട്, ആ നെക്ക് ലൈൻ എന്ന് പറയുന്ന ആ നെക്ക് ലൈൻ, ഈ ഒരു ലൈൻ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്ന് അതിന് മുകളിൽ വീക്കിലിയിൽ പ്രൈസ് സർവൈവും ആയിട്ടുണ്ട്. അപ്പം കുറച്ച് ഈ ഒരു റീജിയനിലേക്ക് ഒരു റീടെസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെക്ക് ലൈൻ റീജിയനിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനാണ് 165, 166 റീജിയൻ. ഈ ഒരു റീജിയനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് 156 റീജിയനിൽ വെക്കാം ഈ ഒരു വീക്കിലി ക്യാൻഡലിൻ്റെ ലോയ്ക്ക്. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 143 റീജിയനാണ്, അതായത് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു സ്വിങ്ങിൻ്റെ ലോയ്ക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് മുമ്പോട്ട് പോകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ വലിയൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഇത് ക്ലിയർ ആയിട്ട് ട്രെൻഡ് റിവേഴ്സലാണെങ്കിൽ നല്ലൊരു ടാർഗറ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ്, GRSC. അപ്പം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് അത് ക്ലിയർ ആയിട്ട് ഈ ഒരു വീക്കിൽ നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിൽ പോകുന്ന ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി എൻട്രി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറൻറ്റ്ലിയിൽ 589 എന്ന പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 560 570 റീജിയനിലേക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഒന്നുകിൽ 507 റീജിയനിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ എൻട്രി എടുക്കുന്ന റീജിയനിൽ നിന്ന് എത്രയാണോ നമ്മൾ ഫൈനൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്, അവിടെ ഇപ്പം 50 രൂപയുടെ ഒരു ഇപ്പം 560 നിന്ന് 510 508 റീജിയനിലൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നതെങ്കിൽ ഏകദേശം 50 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത് എങ്കിൽ മിനിമം ടാർഗറ്റ് 50 രൂപ വെച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കും. ആ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പ്രീമിയം സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ആക്കുന്നതായിരിക്കും. അവിടെ പോയി നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് പഠിക്കുക. തിയററ്റിക്കലായിട്ട് പഠിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് എൻട്രീസൊക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കാൻ നോക്കുക.
അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് സഫാരി. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയണിൽ ഒരു നല്ല രീതിയിൽ സൈഡ് വേസ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ നമുക്കൊരു ബ്രേക്കൗട്ട് തന്നു. ബ്രേക്കൗട്ട് തന്നതിന് ശേഷം ക്ലിയർ ആയിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് താഴെ നല്ലൊരു വോളിയം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്ത് നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ട്രെൻഡ് ലൈനോട് ചേർന്ന് ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇപ്പം നിലവിൽ 3009 എന്ന പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 2950 അല്ലെങ്കിൽ 2900 റീജിയണിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 2750 റീജിയണിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. അതുപോലെ തന്നെ 150-170 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. ഇപ്പോൾ ടാർഗറ്റ് നമുക്ക് 150 രൂപ അല്ലെങ്കിൽ 170 രൂപ വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് നമ്മുടെ ഇപ്പം അടുത്ത സ്റ്റോക്കാണ് VRL ലോജിസ്റ്റിക്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയൺ 720-25 റീജിയൺ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ഒരു 2-3 വീക്ക് മുമ്പ് ക്ലിയർ ആയിട്ട് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു വീക്കിലി ക്യാൻഡിൽ അതിന് ക്ലിയർ ആയിട്ട് ഒരു ബ്രേക്കൗട്ട് തരുന്നുണ്ട്. അപ്പം മോശമില്ലാത്തൊരു വോളിയം നമുക്ക് ആ ഒരു വീക്കിലി ബ്രേക്കൗട്ട് ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ആ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ടിന് ശേഷം വീണ്ടും റീടെസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. റീടെസ്റ്റിൽ വന്ന് നമുക്കൊരു ചെറിയൊരു വീക്കിലി ബുള്ളിഷ് ക്യാൻഡിൽ ആ ഒരു റീടെസ്റ്റ് ലൈനിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ഈ ഒരു റീജിയനിൽ തന്നെ എൻട്രി എടുത്ത് 721 റീജിയനിൽ എൻട്രി എടുത്ത് ഈ ഒരു വീക്കിലി ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് മാത്രം നമ്മൾ മാർക്കറ്റിന് കൊടുക്കുക. ചിലപ്പോൾ ടാർഗറ്റ് നമുക്ക് 1:2ഉം 3ഉം ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുള്ള ഒരു സ്റ്റോക്കാണ്. നമുക്കിവിടെ 721 നിന്ന് ഈ ഒരു 3 വീക്കിൻ്റെ ലോയിൽ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഏകദേശം 685-90 റീജിയനിൽ. അപ്പോൾ ഏകദേശം ഒരു 30-35 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് തന്നെ ഏകദേശം ഒരു 765 റീജിയൺ വെക്കാം. ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ നമുക്ക് 45 രൂപയുടെ ഒരു മാർജിനുണ്ട്. നമുക്ക് വീണ്ടും അതിന് മുകളിലേക്ക് ഉള്ള ടാർഗറ്റും വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത് നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്കാണ് NH. അപ്പം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയൻ റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 800-820 റീജിയൻ. ആ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തന്ന് വളരെ വലിയൊരു അപ്സൈഡ് മൊമെൻറ്റം തന്നിരിക്കുന്നു. 1035 വരെ വന്നിരിക്കുന്നു. അപ്പോൾ താഴെ നല്ല വോളിയം ഇൻക്രീസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ സ്റ്റോക്ക് ഈ ഒരു റീജിയനിൽ റെസിസ്റ്റൻസ് എടുത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ടായി, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും അതിൻ്റെ റാലി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഇതിൻ്റെ റാലി വീണ്ടും കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റും കാണുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ 1035 ക്ലോസിംഗ് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു 900 റീജിയനിലാണ് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇടാൻ സാധിക്കുന്നത്. അപ്പം ഒരു 920 വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 900 റീജിയന് താഴെയാണ് നമുക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഇടാൻ സാധിക്കുന്നത്. അപ്പം 1135 രൂപ മാർക്കറ്റിന് കൊടുക്കേണ്ടി വരും ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 135 രൂപ തന്നെ ഇട്ട് മുമ്പോട്ട് പോകാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതും ഒരു നല്ല സ്റ്റോക്കാണ്. നമ്മുടെ ബ്രേക്കൗട്ട് റീജിയനിൽ നിന്ന് മുമ്പോട്ട് പോയിരിക്കുന്നു, നല്ലൊരു മൂവ്മെൻറ്റ് തന്നിരിക്കുന്നു. ബട്ട് ഇതും കൺസിഡർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ലിൻഡെ ഇന്ത്യ. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയൻ ക്ലിയർ ആയിട്ട് റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അപ്പം ഈ ഒരു റീജിയൻ ഇങ്ങനെ പതുക്കെ ട്രേഡ് ചെയ്ത് നിന്നിട്ട് ക്ലിയർ ആയിട്ട് നല്ലൊരു വോളിയത്തോടു കൂടി ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി 4482 എത്തിയിരിക്കുന്നു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറിയൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഏകദേശം 4300 റീജിയനിലേക്കൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്റ്റോപ്പ് ലോസ് കിട്ടും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു റീജിയനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ 4300 റീജിയനിലാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് 4000 അല്ലെങ്കിൽ 3900 എന്ന റീജിയൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. അപ്പോൾ 4000 ആണ് ഇടുന്നതെങ്കിൽ ഏകദേശം ഒരു 300 രൂപ സംതിങ് സ്റ്റോപ്പ് ലോസ് ഇട്ട് 300 അല്ല അതിലും വളരെ വലിയൊരു ടാർഗറ്റ് ഇട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രേക്കൗട്ട് സ്റ്റോക്ക്. അടുത്ത നമ്മുടെ സ്റ്റോക്കാണ് ചോളമണ്ഡലം ഫിനാൻസ്. ഈ ഒരു റീജിയൻ ക്ലിയർ ആയിട്ട് റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ബ്രേക്കൗട്ട് തന്നു, റീടെസ്റ്റ് തന്നു, വീണ്ടും അപ്സൈഡ് മൊമെൻറ്റം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് തന്നതിന് ശേഷം ഒരുപാട് മുകളിൽ എത്തിയിരിക്കുന്നു. അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ പാറ്റേണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ഇത്രയും അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു
കൺസോൾട്ടേഷൻ ഉണ്ടായി ആ ഒരു റീജിയൻ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വേണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ അകത്തൊരു എൻട്രി കൺസിഡർ ചെയ്യാം. എൻട്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാം. 1126 ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു 3-4 വീക്കിന് താഴെ 1030 റീജിയണിൽ ഒരു വീക്കിലിയിലൊരു ബ്രേക്ക് ഡൗൺ പ്ലസ് ക്ലോസിങ് തരുവാണ് 1030 താഴെ. അപ്പോൾ ഏകദേശം ഒരു 100 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഒരുപക്ഷെ പെട്ടെന്ന് ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇത് എൻ്റെ അനാലിസിസാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ പാർട്ട് ടൈം ആയിട്ടാണ്. യുറേക്ക ഫോർബസ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കും നമ്മുടെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തന്ന് അതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് തരുന്നുണ്ട്. അപ്പം ഇതും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കും നമുക്ക് താഴെ നല്ല വോളിയം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു അപ്സൈഡ് റാലിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് വന്നിരുന്നു കഴിഞ്ഞ വീക്കിൽ. അതിനുശേഷം വീണ്ടും റീടെസ്റ്റിന് വന്നു. ആ റീടെസ്റ്റിന് വന്നിട്ട് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വീക്കിലിൽ ഫോം ചെയ്തത്. ഇപ്പോഴത്തെ കറണ്ടിൽ പ്രൈസിൽ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ എൻട്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് 565 കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 525 റീജിയൻ, അതായത് ഈ ഒരു 525 റീജിയണിന് താഴെയാണെങ്കിലും നമുക്ക് ഒരു വീക്ക്ലി ക്യാൻഡിൽ ഒരു ക്ലോസിങ് തരികയാണ് 520-25 റീജിയന് താഴെ എങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല വീണ്ടും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇവിടെയും മിനിമം 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോഫിറ്റ് എത്ര കിട്ടുമെന്ന് നോക്കാതെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ, മാർക്കറ്റിന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഓക്കെ ആണോ എന്ന് നോക്കുക. ഈ ഒരു ട്രേഡ് എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം ട്രേഡ്സിലേക്ക് എൻട്രി എടുക്കാൻ നോക്കുക. ആസ്ട്രസെനിക്ക ഫാർമ അടുത്ത സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റീജിയനിൽ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. മുകളിൽ കൃത്യം ക്ലോസിംഗും തരുന്നുണ്ട്. 3642 ഇപ്പം ക്ലോസിംഗ് തന്നിരിക്കുന്നത് സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ വരുന്ന അടുത്ത റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനാണ് 4500 റീജിയൻ. 500 മേളിലാണ് 4500 റീജിയൻ നമുക്ക് കണക്കാക്കാം. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാം. വേണമെങ്കിൽ സിമ്പിളായിട്ടൊരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ വേണമെങ്കിൽ എൻട്രി എടുക്കണമെങ്കിൽ 3400 റീജിയനിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. അപ്പോൾ ഏകദേശം 250 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് ഏകദേശം ഒരു 700 രൂപയുടെ ടാർഗറ്റ് ഇട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ മുമ്പോട്ട് പോകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഓക്കെ നമുക്ക് എക്സിറ്റ് ആകാം. അല്ലെങ്കിൽ നമുക്ക് 1:3 ടാർഗറ്റൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോക്കാണ് ഇത്, ആസ്ട്രസൻ ഫാർമ. അടുത്ത നമ്മുടെ സ്റ്റോക്കാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡ്. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡ്, VBL. ഈ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ട് അപ്സൈഡിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട് 2023. ഈ ഒരു സ്റ്റോക്ക് വീണ്ടും നമ്മുടെ സപ്പോർട്ടിനോട് ചേർന്ന് ഒരു വീക്കിലിയിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിലും 821 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു റീജിയനിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു സപ്പോർട്ടിന് താഴെ 770 താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അപ്പം ഏകദേശം ഒരു 765 സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെങ്കിലും 55 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. ടാർഗറ്റ് നമുക്ക് നല്ല ടാർഗറ്റ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 880 റീജിയനും അതിന് മുകളിലേക്ക് അടുത്ത ടാർഗറ്റും വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീക്കിലെ കുറച്ച് സ്വിംഗ് ട്രേഡിംഗ് പിക്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് പിക്സിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പിക്സ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ല അവിടെ നിന്ന് റിവേഴ്സിലാണോ വരുന്നതെന്ന് നോക്കുക. അതിനുശേഷം പതുക്കെ എൻട്രീസ് എടുത്ത് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ പോയി പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകാനും സാധിക്കുന്നതായിരിക്കും. പ്രാക്ടിക്കലായിട്ട് നമ്മൾ എൻട്രീസ് എടുത്ത് കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ജേണിയാണ്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.